കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വാങ്ങിച്ചെടുത്തു എന്നുള്ളതിന് പഞ്ചായത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും മെമ്പർമാരും പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്തിന്റെ വിവിധ സെക്ഷനുകൾ കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരും എല്ലാവരും കൂടി കഠിനാധ്വാനം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് മുഴുവൻ 10 കോടി രൂപയും ഈ പഞ്ചായത്തിന് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പറ്റിയത്. 5 വർഷം കൊണ്ട് 52 കിലോമീറ്റർ റോഡ് ഈ പഞ്ചായത്തിൽ ടാർ ചെയ്തെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. മറ്റു പല സ്ഥലങ്ങളിലെയും ഒരു താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് വൈക്കോല പഞ്ചായത്തിൽ ഈ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഗുണമേന്മ നമുക്ക് മനസ്സിലാക്കുക. 6.25 കിലോമീറ്റർ റോഡ് ഈ പഞ്ചായത്തിൽ ട്രെയിന് വിരിക്കുകയും ഉണ്ടായി. അതിനേക്കാളൊക്കെ നമുക്കൊരു സൗഹൃദം തോന്നിയത്, ഇപ്പൊ ഞാൻ ഇവിടെ 10 MLA ആയിരുന്നു കൈപ്പുറത്ത്. ഞാനൊക്കെ MLA ആയിരിക്കുമ്പോൾ MLA-മാർക്ക് ഇത്രമാത്രം ഫണ്ടില്ല. ഇപ്പോഴാണ് ഒരു MLA-ക്ക് ഒരു കൊല്ലം 6 കോടിയുണ്ട്. 5 കൊല്ലം കൊണ്ട് ഒരു MLA-ക്ക് 30 കോടി രൂപയുണ്ട്. ഞാൻ MLA ആയിട്ട് 2000 25 ലക്ഷം രൂപയാണ് MLA ഫണ്ട്. 25 ലക്ഷം. അത് പിന്നീട് 50 ലക്ഷമായി, പിന്നീട് അത് 1 കോടിയായി വർദ്ധിപ്പിച്ചു. ഞാൻ കൊടുങ്ങല്ലൂർ MLA ആയിരിക്കുമ്പോഴാണ് 6 കോടി രൂപ MLA-മാർക്ക് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, UDF ഗവൺമെന്റ് ഞങ്ങളൊക്കെ വാശി പിടിച്ച് 6 കോടി രൂപ ഒരു MLA-ക്ക് ഒരു കൊല്ലം സ്വന്തം ആശയപ്രകാരം ചെലവഴിക്കാൻ അവസരം ഉണ്ടായി. അതുകൊണ്ട് ഈ പഞ്ചായത്തില് അന്നൊക്കെ വെറും 25 ലക്ഷം MLA ഫണ്ട് ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ഈ പഞ്ചായത്തിൽ അംഗൻവാടികൾ നിർമ്മിക്കുന്നതിന് വേണ്ടി, ആശുപത്രി, നമ്മുടെ ആയുർവേദ ആശുപത്രി ഉൾപ്പെടെ കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടി കടപ്പെട്ടത് ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന ഗുണം, ഈ പഞ്ചായത്തിൽ അംഗൻവാടികളെ ബാലസൗഹൃദ അംഗൻവാടികളാക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചു. നമ്മുടെ ഒരു തലമുറ വളർന്നു വരുന്നതിന് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കേണ്ടത് അംഗൻവാടികൾക്ക് തന്നെയാണ്. ഞാനൊക്കെ MP ആയിരുന്നപ്പോഴും MLA 15 കൊല്ലം MLA ആയിരുന്നപ്പോഴും ഏറ്റവും കൂടുതൽ എൻ്റെ ഫണ്ട് കൊടുത്തത് അംഗൻവാടികൾക്കാണ്. ഈ കഴിഞ്ഞ 5 വർഷം പാർലമെന്റ് മെമ്പറായിരുന്ന സന്ദർഭത്തിൽ 68 അംഗൻവാടികൾ മോഡൽ അംഗൻവാടികളായി തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ ആളുകളിൽ ഒരാളാണ്. ഇവിടെ ഗുണമുണ്ടായത് ഏകദേശം ഈ 33 അംഗൻവാടിയാണ് ഈ പഞ്ചായത്തുള്ളത്. ആ 33 അംഗൻവാടികളിൽ 20 അംഗൻവാടികൾ ബാലസൗഹൃദ അംഗൻവാടികളായി മാറ്റിയുള്ളതിൻ്റെ സ്കീം കൂടി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകമായ കയ്യടി പഞ്ചായത്ത് ഭരണസമിതിക്കും സെക്രട്ടറിക്കും നൽകണം. അംഗൻവാടികളെ ബാലസൗഹൃദ അംഗൻവാടികളാക്കുന്നതിൻ്റെ ഒരു ഗുണം വരാനിരിക്കുന്ന ഒരു തലമുറയ്ക്ക് ലഭിക്കപ്പെടുന്നതാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമൂഹ്യ ക്ഷേമത്തിനും രണ്ടും ഒരുപോലെ. അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ സാമൂഹ്യ ക്ഷേമം വിസ്മരിക്കപ്പെട്ടാൽ സ്വാഭാവികമായും രണ്ടും തമ്മിൽ കൂട്ടിമുട്ടില്ല. രണ്ടിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്ത ഒരു ഭരണ നിർവഹണമാണ് ഇവിടെ നടന്നത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. നമ്മുടെ കയ്പമംഗലം പഞ്ചായത്തിന്റെ ഭരണസമിതി കയറി 5 വർഷം പിന്നീട് ഈ അവസരത്തിൽ നിമിഷങ്ങൾ പിന്നീടുള്ള ഈ നിമിഷത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എടുത്തു പറയാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു ഇതാണ് 2021 മുതൽ 25-26 വരെ 18,46,94,695 രൂപ ചെലവഴിച്ചുകൊണ്ട് പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിനായി ഫണ്ട് വിനിയോഗിക്കാൻ നമുക്ക് സാധിച്ചു. റോഡ് റിട്ടയറിംഗ്, കട്ടവിരിയുമായിട്ട് റിട്ടയറിംഗ് 52.6 കിലോമീറ്റർ നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ കട്ടയിടിക്ക് 6.25 കിലോമീറ്റർ കട്ടയിടിക്കാനുമായിട്ട് നമുക്ക് സാധിച്ചു. ചടങ്ങിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണവികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വികസന രേഖയുടെ പ്രകാശനവും ഗ്രാമപഞ്ചായത്തിന് കളിസ്ഥലം, നിർധനരായവർക്ക് വീട് എന്നിവ നിർമ്മിക്കാൻ തന്റെ ഭൂമി വിട്ടുകൊടുത്ത പഞ്ചായത്ത് അംഗം CJ പോൾസനെ ആദരിക്കൽ ചടങ്ങും നടത്തി. കേരള സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വികസന സദസ്സ് ജില്ലാ റിസോഴ്സ് പേഴ്സണും എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ OP ബിജോയ് അവതരിപ്പിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വികസന നേട്ടങ്ങൾ സെക്രട്ടറി ഗിരീഷ് മോഹൻ അവതരിപ്പിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PA ഇസ്ഹാഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PA ഷാജ്ഹാൻ, പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുരേഷ് കൊച്ചുവീട്ടിൽ, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി 3 പീടികയിൽ. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 10 പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ, ലൈറ്റ് വെയ്റ്റ് ആൻഡ് കിഡ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ്. 32 വർഷത്തിന്റെ സേവന പാരമ്പര്യം. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 3 പീടിക. You're watching True Line News.